ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടന്റെ തുടരും എന്ന സിനിമയുടെ 29 ദിവസത്തെ കൃത്യമായ കേരള കളക്ഷൻ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയറിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും വന്നിരിക്കുകയാണ്. ആദ്യമേ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ തുടർച്ചയായി 28 ദിവസങ്ങളിലും കേരള ബോക്സ് ഓഫീസിൽ മറ്റെല്ലാ സിനിമകളെക്കാൾ ഒന്നാം സ്ഥാനത്തായിരുന്നല്ലോ സിനിമയുടെ കളക്ഷൻ. ഇന്നലെ പുതിയ സിനിമകൾ എത്തിയതോടെ നരിവേട്ട എന്ന സിനിമയ്ക്ക് താഴേക്ക് രണ്ടാം സ്ഥാനത്തിലേക്ക് തുടരും കേരള പ്രതിദിന ഗ്രോസ് പോയിരിക്കുകയാണ്. എന്നിട്ടും സിനിമയ്ക്ക് ഇന്നലെ ധ്യാൻ സിനിമയേക്കാൾ കൂടുതൽ കളക്ഷൻ കേരളത്തിൽ വരുന്നൊരു കാഴ്ചയാണ് ഇന്നലത്തെ കൃത്യമായ കളക്ഷൻ വന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ 29-ാം ദിവസം വെള്ളിയാഴ്ച 60 ലക്ഷമാണ് തുടരുമെന്ന സിനിമയുടെ കേരള ഗ്രോസ്. അങ്ങനെ സിനിമയുടെ ആകെ ഇതുവരെയുള്ള കേരള ഗ്രോസ് 115 കോടി എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു മലയാളം സിനിമയുടെ ആദ്യത്തെ 90 കോടി മുതൽ 115 കോടി വരെ കളക്ഷൻ നേടിയെടുക്കുന്ന കേരള ബോക്സ് ഓഫീസിലെ ആദ്യ സിനിമ കൂടിയായിട്ട് തുടരും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയറിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 95 കോടി പിന്നിട്ടിരിക്കുകയാണ്. സിനിമയുടെ ലോകമെമ്പാടും നിന്നുള്ള തിയേറ്ററുകളിലെ ഷെയർ എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. 100 കോടിയിലേക്ക് ഒരുപക്ഷെ സിനിമ എത്തപ്പെടാനായിട്ട് സാധ്യതയില്ല. പക്ഷേ 95 കോടി എന്നത് സിനിമയെ സംബന്ധിച്ച് വലിയ ലാഭമുണ്ടാക്കുന്ന ഷെയർ ആണെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. എമ്പുരാന് ശേഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ നേടിയെടുത്ത സിനിമയും നമ്മുടെ ലാലേട്ടനെ തന്നെയാണ് എന്ന് ഇനി നിസ്സംശയം പറയാം. ഇതിനിടയിൽ സിനിമയുടെ അടുത്തൊരു റെക്കോർഡ് നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടന്റെ തന്നെ പുലിമുരുകൻ എന്ന സിനിമയുടെ കേരള റെക്കോർഡ് വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ മറികടന്ന തുടരുമെന്ന സിനിമ ഇപ്പോഴത്തെ പുലിമുരുകന്റെ കേരള ഫൈനൽ ഷോ കൗണ്ട് മറികടന്ന് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കേരള ബോക്സ് ഓഫീസിൽ ഷോകൾ കളിച്ച സിനിമ പുലിമുരുകൻ എന്ന സിനിമയായിരുന്നു. ഏകദേശം 200-ൽ പരം ദിവസങ്ങൾ തിയേറ്ററുകളിൽ ഓടിയ പുലിമുരുകൻ എന്ന 41,100-ലധികം ഷോകളായിരുന്നു കേരളത്തിൽ കളിച്ചത്. ഇപ്പോഴത്തെ തുടരുമെന്ന സിനിമ 45,000-ലധികം ഷോകൾ പിന്നിട്ടതോടെ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന ഷോ കൗണ്ട് റെക്കോർഡ് പുലിമുരുകന്റെ നേട്ടം മറികടക്കുന്ന സിനിമ കൂടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ലാലേട്ടന്റെ റെക്കോർഡ് ലാലേട്ടൻ തന്നെ മറികടക്കുന്നു. ഈ പറഞ്ഞ ഷോയുടെ പകുതി ഷോ പോലും നമ്മുടെ മലയാളത്തിലെ ചില പ്രമുഖർക്കില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും തുടരും എന്ന സിനിമയുടെ നേട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. തുടരും എന്ന സിനിമയെക്കുറിച്ചുള്ള അടുത്ത റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.